ഈ കട കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താ സംഭവിക്കുന്നത്. ഇതൊരു സ്റ്റിക്കർ പോയിന്റ് ആണ്. അതെ, ഡിസൈൻ കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റിക്കർ കട്ടിംഗ് ആണ്. അതെ, അപ്പോൾ ഇവിടെ നമ്മൾ വരാൻ കാരണം വെച്ചാൽ നമ്മുടെ വണ്ടിയിലെ നമ്മുടെ സൈക്കിളിന്റെ മുകളിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്ക് സമയമില്ലാതെ ഒന്നിനും പ്ലാൻ ചെയ്തിട്ടല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു പ്ലാനിങ്ങിൽ മാറ്റം വരുത്താണ്. എന്താ വെച്ചാൽ നമ്മുടെ 1 രൂപയ്ക്ക് 5 വീട് എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഇവിടെ കയറിയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നിലവിൽ 1 രൂപ നൽകും അർഹത നേട്ടത്തിൽ നിന്നാണ്. അത് നമ്മൾ മാറ്റിയിട്ട് 1 രൂപയ്ക്ക് 5 വീട് എന്നുള്ളതാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കയറിയാണ് ഇവിടെ. ഇത് സ്ഥലം കാക്കയങ്ങാടാണ്. നമ്മളെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ പേരാവൂര് കഴിഞ്ഞ് കാക്കയങ്ങാട് ഇരട്ടി എത്തുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷൻ, നേരിട്ട് പോലീസ് സ്റ്റേഷൻ. ഇവിടുത്തെ പോലീസുകാർക്ക് നല്ല സപ്പോർട്ട് ഉണ്ടോ? പോലീസുകാരൊന്നും ചോദിച്ചൊന്നുമില്ല. അടിപൊളി. എൻ്റെ ഇട 1 രൂപയില്ല, പോലീസില്ല, എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി പോകായിരുന്നു. ഭയങ്കര സപ്പോർട്ട്, ഭയങ്കര സ്നേഹം എല്ലാവർക്കും. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ബാക്കി കാണാം. മിഷൻ 1 രൂപയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു കാര്യമാണ് ഈ ഓൾ ഇന്ത്യ റൈഡ് എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും നമുക്ക് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ആയതുകൊണ്ട് ആ ഒരു സ്റ്റിക്കർ ആവശ്യമായിരുന്നു. അത് നമ്മൾ ചെയ്തു. ഇത് മുമ്പ് ഉണ്ടായിരുന്നില്ല അതിനകത്ത്. അതുപോലെ ചെറിയൊരു മാറ്റം ബാക്കിലുണ്ട്. ബാക്കിൽ എന്താ മാറ്റം എന്ന് വെച്ചാൽ ഇതേ കാണുന്നുണ്ടല്ലോ, ഓൾ ഇന്ത്യ റൈഡ്. ഇങ്ങനൊരു ബാക്കിലൊരു സ്റ്റിക്കർ. കാരണം വെച്ചാൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് അല്ലെങ്കിൽ നടന്നു വരുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ളവർക്ക് ബാക്കിൽ നിന്നുള്ള വ്യൂവിൽ ഇതെന്താണ് സംഭവം, ഓൾ ഇന്ത്യ റൈഡ്. ബാക്കി നമ്മൾ ഓൾ ഇന്ത്യയിൽ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് താഴെയുണ്ട്. ഗീവ് 1 രൂപ ചേഞ്ച് സംബഡീസ് ലൈഫ്. പിന്നെ നമ്മളിവിടെ ബാക്കിലൊരു മാറ്റം വരുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 1 രൂപ നൽകൂ അർഹരുടെ മാറ്റത്തിന് വേണ്ടി എന്നുള്ള അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്നുള്ള അത് മാറ്റിയിട്ട് 1 രൂപയ്ക്ക് 5 വീടോ എന്നൊരു നമ്മുടെ ആ ലക്ഷ്യത്തിൻ്റെ എന്താ പറയുക, നമ്മുടെ ആ ഒരു 1 രൂപ എന്നുള്ളത് ശരിക്കും എടുത്ത് കാണിച്ചുകൊണ്ട് അതുകൊണ്ട് എന്ത് കിട്ടും, വീട് കിട്ടും. ആ ഒരു ആശയം നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ ചെറിയൊരു മാറ്റം വേറെ വരുത്തിയെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നുള്ള ചാനലുകൾ ആക്റ്റീവാണ്. അതുകൊണ്ട് ആ ചാനലൊക്കെ നമ്മൾ എന്തോ ഇതിൻ്റെ സൈഡിൽ പരസ്യം ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ പേര് മിഷൻ 1 രൂപ. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണെങ്കിൽ 1 രൂപ ബ്രദേഴ്സ്, ഫേസ്ബുക്ക് ഐ ഡി മിഷൻ 1 രൂപ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സെയിം അതേ പരിപാടി തന്നെ ഇതിൻ്റെ അകത്തും ചെയ്തിരിക്കുന്നത്. ഓൾ ഇന്ത്യ റൈഡ് പ്ലസ് 1 രൂപ. 1 രൂപയ്ക്ക് 1 രൂപയ്ക്ക് 5 വീടോ. ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അടക്കം അത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ അഭിപ്രായം പറയണം അങ്ങനെയുണ്ടെന്ന്. അതുപോലെ തന്നെ സെയിം ആയിട്ട് ഇവിടെയും 1 രൂപ ബ്രദേഴ്സ് മിഷൻ 1 രൂപ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സ്റ്റിക്കർ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെറിയ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത്. നമ്മുടെ വണ്ടീൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ആണ് കേട്ടത്. പിന്നെ നമ്മുടെ നമ്മൾ ബാർകോഡ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ചിലപ്പോൾ ചില്ലറ ഇല്ലാത്ത ആൾക്കാർക്ക്, അതായത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഫോൺ എടുത്ത് ഇറങ്ങിയായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് നമ്മളെ കാണുമ്പോൾ അവർക്ക് ഒരു പക്ഷേ നമുക്ക് പൈസ തരണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ പൈസ ചില്ലറ കയ്യിലുണ്ടാവില്ല. എന്നാൽ അവരുടെ ഫോണിൽ നിന്ന് നമുക്ക് 1 രൂപയാണെങ്കിലും ആ 1 രൂപ തരാനുള്ള ഒരു വഴി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ള മാറ്റങ്ങൾ. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല.
അപ്പോൾ ഞങ്ങളിപ്പോൾ ഇരിട്ടി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇരിട്ടി ടൗണിലെ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ വന്ന പാടെ തന്നെ ഞങ്ങൾക്ക് 2 സുഹൃത്തുക്കൾ കിട്ടി. അപ്പോൾ ആ സുഹൃത്തുക്കളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇതാ ഇപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതാ ഈ കാണുന്ന 2 വ്യക്തികളുടെ കൂടെയാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് ഈ ടൗണിലേക്ക് കയറിയ പാടെ തന്നെ 2 സുഹൃത്തുക്കൾ കിട്ടിയാണ്. അപ്പോൾ ഇവർ വിളിച്ചിട്ട് വന്നാണ് ഒരു ചായ വാങ്ങി തരാമെന്ന് പറഞ്ഞ അവരെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങളും കൂടെ വന്നു. പക്ഷേ ചൂട് ചായ തന്നെ അത് നോട്ട് ദ പോയിന്റ്. കൃഷ്ണേട്ടന്റെ ചായക്കടയിൽ നിന്ന് ചായക്കട, ടീ ഷോപ്പ്, ചായ, കോഫി എല്ലാം ഉണ്ട്. ഇതാണ് കൃഷ്ണേട്ടൻ. ഇരട്ടിക്കാരുടെ സ്വന്തം കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞേ. കൃഷ്ണേട്ടൻ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോ അങ്ങനെ ഇരിട്ടിന്ന് 2 സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. ഇവരെ കണ്ടിട്ടുണ്ട്, അതായത് യൂട്യൂബ് പിന്നെ ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിലിങ്ങനെ പോകുന്നു സൈക്കിളും കൊണ്ട്. വെറുതെ ജസ്റ്റ് ഞാൻ ഒന്ന് ബോർഡ് വെച്ചൊക്കെ 1 give the 1 rupees 5 മെമ്പേഴ്സിന് വീട് കാര്യങ്ങളൊക്കെ ഞാൻ ഐ വിൽ ഗീവ് ദ 1 rupees നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടില്ല ഇവരെ. എന്തായാലും കൺസെപ്റ്റ് വീടാന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം ഒരാൾക്ക് ഒരു വീട് എടുത്ത് കൊടുക്കാന്ന് വെച്ചാൽ അതിലും പിന്നെ പുണ്യൊന്നും പറയില്ല. അപ്പൊ നിങ്ങളെ വൈബ് എന്തായാലും അടിപൊളിയാണ്, നല്ല തീരുമാനമാണ്. രക്ഷപ്പെടും. 5 പേരല്ല, അതൊരു 50 ആൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുക. നല്ലൊരു വീട് നമുക്കും ആ ഒരു കൺസെപ്റ്റിൽ തന്നെ നമ്മളിപ്പോ നിക്കണേ. അപ്പോ രക്ഷപ്പെടുത്തുക, ഈ നാട്ടിലെ എല്ലാരും രക്ഷപ്പെടുത്തുക. അതേ വൈബിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോണേ. കാരണം നമുക്കും ഉണ്ട് ഇതൊരു ചാനലും വെച്ചിട്ട് ഞങ്ങളൊരു പ്ലാനിങ്ങിൽ ഇത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഇവർ 2 പേരും ചാനലിന്റെ പേരാണ് ദ ട്രാവൽ ജെറ്റ്. അപ്പൊ ഡെഫിനറ്റ്ലി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല 2 സുഹൃത്തുക്കളാണ്. അപ്പൊ അവരെയും സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന പോലെ അവരെയും സപ്പോർട്ട് ചെയ്യുന്നത്. രക്ഷപ്പെടുത്തും നിങ്ങളെ. ഇവരും ഇതേപോലെ തന്നെ എങ്ങോട്ടാണ് നമ്മള് ഓൾ കേരള അടിക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ ഉള്ളത്. പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മള് ഒരു വാൻ ലൈഫ് ആണ് ചെയ്യാൻ ആഗ്രഹിക്കണേ. നമ്മൾ 2 പേരും. അപ്പൊ നിങ്ങളുടെ യാത്രകളെല്ലാം സൂപ്പർ ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നമ്മൾ സാധിക്കും. കിടുക്കൻ ഓഫർ ആയിട്ടായിരിക്കും നമ്മൾ വരിക. എന്ന് വെച്ചാൽ നമ്മളെ കൺസെപ്റ്റ് ഇതേപോലെ തന്നെയാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഒന്നുമില്ലാത്തെടുക്കാനൊക്കെ ആ ഒരു വൈബ് ആയതുകൊണ്ട് ആരും കഷ്ടപ്പെടുന്നത് നമുക്ക് ഇഷ്ടമല്ല. എല്ലാരും നമ്മൾ രക്ഷപ്പെടുത്തും. ഞങ്ങൾക്ക് ഞങ്ങളെ പോലെ തന്നെ 2 ആൾക്കാരാണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയിരിക്കുന്നത്. സന്തോഷം, തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇതാണ് കൃഷ്ണേട്ടന്റെ ചായ കേട്ടോ. ഇനി കൃഷ്ണേട്ടന്റെ ചൂട് പഴംപൊരി നമുക്ക് കാണാം. ഇതാ ചെല്ലുംകുട്ടി ഇരിക്കുന്നുണ്ട്. ഇതാണ്ടിരിക്കും സതീശേ, എണീക്കടാ. ഇത് കാണിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾക്ക് കാണിക്കേണ്ടത്. ഇത് നമ്മുടെ ഇവിടെയുള്ള ഇരിട്ടിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വാങ്ങി തന്ന ഫുഡാണ് കേട്ടോ. ഇതുവരെ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് ശരിക്കും പൈസ കൊടുത്ത് ഫുഡൊന്നും കഴിക്കേണ്ട വന്നിട്ടില്ല. എല്ലാവരും ഭയങ്കര സ്നേഹം കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടും കടലയും കറിയെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ട് അവർ പോയതാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഇത് കഴിച്ചിട്ടാവാം. ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പറയില്ല, ഇനി പറഞ്ഞാൽ ചിലപ്പോൾ വെള്ളി വീണാലും നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.